ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു കേക്ക് ടിന്ന് റെഡിയാക്കി എടുക്കണം. കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മൈദ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് അരിച്ചെടുത്ത് വെക്കാം. ഒരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുത്ത് വെക്കണം കേട്ടോ. 1/4 കപ്പ് മൈദ, അതുപോലെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇതെല്ലാം കൂടെ 3 പ്രാവശ്യം നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ഞാൻ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ലാർജ് സൈസിൽ 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളെടുക്കുന്ന പാത്രത്തിലൊന്നും വെള്ളം നനവൊന്നും ഇല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിനകത്തോട്ട് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ. പൊടിച്ച പഞ്ചസാര ഒരു 1/4 കപ്പോളം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ 1/4 കപ്പ് പഞ്ചസാരയും നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്കിതിനകത്തോട്ട് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. 1 ടീസ്പൂണ് വാനില എസൻസ് കൂടെ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി നല്ല വൈറ്റ് കളറിലായി വരുമ്പോഴത്തേക്ക് ഇനി നമുക്കിതിനകത്തോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 കപ്പ് ഓയിൽ ഞാനിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ചെറുതായിട്ട് ലോ സ്പീഡിലിട്ടിട്ട് ചെറുതായിട്ട് എല്ലായിടും ഒന്ന് മിക്സ് ആയതാൽ മാത്രം മതി. അപ്പോൾ അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒത്തിരി നേരം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലായിടും ഒന്ന് മിക്സ് ആയെന്ന് ഉറപ്പ് വരുത്തുമ്പോൾ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് കട്ട് ആൻഡ് ഫോൾഡർ മെത്തേഡിൽ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഒത്തിരി ഇട്ട് മിക്സ് ചെയ്യരുത്, സ്ലോലി മിക്സ് ചെയ്തെടുക്കുക. ഒത്തിരി നേരം മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എയർ ബബിൾസ് എല്ലാം പോകാനായിട്ട് ചാൻസ് ഉണ്ട്. കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വീഡിയോയുടെ ലെന്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ചൊന്ന് വീഡിയോയ്ക്ക് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ കേക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് സ്ലോ ആയിട്ട് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്തത്. ഇനി നമുക്കിതിനകത്തോട്ട് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് ക്യാരറ്റ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ സ്റ്റൗ ടോപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ടൊരു 10 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലതുപോലെ ഹീറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ആ പാത്രത്തിൽ ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലോട്ട് നമുക്കിതുപോലെ ഒന്ന് ഇറക്കി വെച്ച് നല്ല ഗ്ലാസിൻ്റെ ലിഡ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും. ഒരു 45 മിനിറ്റ് കഴിയുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്കൊക്കെ നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കൊരു സ്ക്വയർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. സ്ക്വയറിലൊന്നും പറ്റിപ്പിടിക്കുന്നില്ല. ഇനി നമുക്ക് ഇത് ഡിമോൾഡ് ചെയ്തെടുക്കാം. ചൂടൊക്കെ ആറിയതിന് ശേഷം ഇതുപോലെ ഡിമോൾഡ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ. ഹാവ് എ നൈസ് ഡേ.